വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ തോക്കുകൊണ്ട് അടിച്ചമർത്താൻ നോക്കിയ ഭരണകൂടത്തിന് പരമോന്നത കോടതി നൽകിയ എട്ടിന്റെ പണി. പരീക്ഷാ തട്ടിപ്പിലെ കള്ളത്തരം ചോദ്യം ചെയ്ത് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP നടത്തിയ വിദ്യാർത്ഥി മാർച്ചിനെ ലാത്തിയും കണ്ണീർ വാതകവും പെല്ലറ്റ് ഗണ്ണും ഉപയോഗിച്ച് നേരിട്ട BJP സർക്കാരിനും ഡൽഹി പോലീസിനും സുപ്രീം കോടതിയിൽ നിന്നും കിട്ടിയത് നാണം കെട്ട തിരിച്ചടിയാണ്. സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ തടവിലിടാൻ പോലീസിന് യാതൊരു അവകാശമില്ല എന്നും കസ്റ്റഡിയിലെടുത്ത നിരപരാധികളായിട്ടുള്ള മുഴുവൻ കുട്ടികളെയും ഉടനടി വിട്ടയക്കണമെന്നുമുള്ള ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അന്ത്യശാസനം കേന്ദ്രത്തിന്റെ വിദ്യാർത്ഥി വേട്ടക്കേറ്റ കനത്ത പ്രഹരമാണ്. ഇത് BJP സർക്കാരും BJP കൊണ്ടുവന്ന പോലീസുകാരും RSSകാരും അക്ഷരം പ്രതി നാണം കെട്ടിരിക്കുകയാണ്. ഒരു വശത്ത് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തകർത്ത നീറ്റ് പരീക്ഷാ മാഫിയ പുറത്ത് സ്വതന്ത്രമായിട്ട് വിഹരിക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ മറുപടിയായി ചോദ്യങ്ങൾ ചോദിച്ച് വിദ്യാർത്ഥികളെ മുഴുവൻ പിടിച്ച് ജയിലിലടയ്ക്കാനായിരുന്നു ഈ ഡൽഹി പോലീസിന്റെ അത്യാവേശ ശ്രമം. ഈ 18 തികയാത്ത മൈനർമാരായിട്ടുള്ള കുട്ടികളെ പോലും ക്രൂരമായിട്ട് തടവിലിട്ട് പോലീസിന്റെ ഈ ഒരു അഹങ്കാരത്തിന് സുപ്രീം കോടതി മൂക്ക് കയറിട്ടിരിക്കുകയാണ്. മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത എല്ലാ വിദ്യാർത്ഥികളെയും ഉടനടി ജാമ്യത്തിൽ വിടണമെന്നും അവർക്കെതിരെ തിരക്കിട്ടെടുത്ത FIRകളിൽ തൽക്കാലം യാതൊരുവിധ കടുത്ത നടപടികളും പാടില്ല എന്നും കോടതി ഉത്തരവിട്ടതോടെ ഭരണകൂടം ആകെ നാണം കെട്ടിരിക്കുകയാണ്. സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ വിരട്ടാനും അവരുടെ കരിയർ നശിപ്പിക്കാനും വേണ്ടി ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ അടക്കമുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പോലീസ് നടത്തിയ വ്യക്തിഗത വിവര ചോർത്തലിനും കോടതി കനത്ത പൂട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത്തരം വിവരങ്ങൾ പൊതുസമൂഹത്തിൽ പരസ്യപ്പെടുത്താൻ പോലീസിന് എന്താണ് അല്ലെങ്കിൽ എന്ത് അവകാശമാണെന്ന് ചോദിച്ച സുപ്രീം കോടതി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു ക്രൂരമായ അമിത ബലപ്രയോഗത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ഉന്നതതല സമിതിയെ SITയെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജൂലൈ 20 ഡൽഹി ജന്തർ മന്ദറിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹി പോലീസ് കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ രാജ്യം മുഴുവൻ കണ്ടതാണ്. ഇൻസ്റ്റയിലൊക്കെ നമ്മൾ കണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് എത്രത്തോളമാണ് പരിക്കുകൾ പറ്റുന്നത്, എത്രത്തോളമാണ് അവരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് ശാരീരികമായിട്ട് അവരെ പീഡിപ്പിച്ചത്, റോഡിൽ വലിച്ചിഴയ്ക്കുന്നു, സ്ത്രീകളുടെ കരണത്തടിക്കുന്നു, അങ്ങനെ പല രീതിയിലുള്ള പീഡനങ്ങളാണ് അവിടെ ആ കുട്ടികൾ അവരുടെ അവകാശത്തിന് വേണ്ടി നേരിടേണ്ടി വന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദികളെ നേരിടാൻ പോകുന്ന ഭാവത്തിലായിരുന്നു കേന്ദ്രത്തിന്റെ കളിപ്പാവുകളായിട്ടുള്ള പോലീസുകാരും നേതാക്കളും ലാത്തികളുമായിട്ട് നിരത്തിലിറങ്ങിയത്. മാത്രമല്ല, പോലീസുകാർ എന്ന് മാത്രം പറയാൻ പറ്റില്ല. അതിനിടയിൽ പോലീസ് യൂണിഫോം ഇട്ട് ഈ പ്ലേറ്റ് ഒന്നും, അതായത് നെയിം പ്ലേറ്റ് ഒന്നും ഇല്ലാത്ത കുറെ ഗുണ്ടകളും ഉണ്ടായിരുന്നു. അങ്ങനെ യൂണിഫോം ഇല്ലാത്ത ഗുണ്ടകൾ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള പീഡനങ്ങളാണ് ആ കുട്ടികൾ ഇന്ന് ആ ഒരു ചരിത്ര നിമിഷം അല്ലെങ്കിൽ ആ ചരിത്രം സൃഷ്ടിക്കുമ്പോൾ ഏൽക്കേണ്ടി വന്നത്. നീറ്റ് പരീക്ഷയിലെ കള്ളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് വിദ്യാർത്ഥികൾക്ക് നേരെ കണ്ണീർ വാതകവും പെല്ലറ്റ് ഗണ്ണുകളും വരെ പ്രയോഗിക്കാൻ പോലീസിന് യാതൊരു മടിയും ഉണ്ടായില്ല. പക്ഷെ അപ്പോഴും പ്രതികൾ അവിടെ അവരുടെ കാറിലും അവർ നല്ല ഫുഡൊക്കെ കഴിച്ച് വളരെ വിശാലമായിട്ട് നടക്കുന്നു. എന്നാൽ ഈ ഒരു കാടത്തത്തിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും അണ്ണാക്കിൽ കൊള്ളുന്ന വിധി വന്നിരിക്കുന്നത്. അത് ചിലവരെ പൊള്ളിച്ചിട്ടുമുണ്ട്. ഈ പരീക്ഷാ ക്രമക്കേടുകൾ നടത്തി ലക്ഷക്കണക്കിന് കുട്ടികളുടെ ജീവിതം വെച്ച് പന്താടിയ യഥാർത്ഥ ക്രിമിനലുകളെയും ചോദ്യപേപ്പർ മാഫിയകളെയും തൊടാൻ ധൈര്യമില്ലാത്ത കേന്ദ്ര സർക്കാരാണ് സ്വന്തം അവകാശങ്ങൾക്കായിട്ട് ശബ്ദമുയർത്തിയ വിദ്യാർത്ഥികളെ പിടിച്ച് ജയിലടച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സമരം ചെയ്ത വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ തുറങ്കലിലടച്ചാൽ ചോദ്യം ചെയ്യലുകൾ അവസാനിക്കുമെന്നായിരുന്നു BJP ഭരണകൂടത്തിന്റെ വിചാരം. എന്നാൽ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത എല്ലാ വിദ്യാർത്ഥികളെയും ഉടനടി വിട്ടയക്കാൻ ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടതോടെ സർക്കാരിന്റെ ഈ കുതന്ത്രമാണ് പൊളിഞ്ഞുപോയത്. പ്രതിഷേധത്തിൽ പങ്കെടുത്ത കൂട്ടത്തിൽ 18 വയസ്സ് തികയാത്ത പാവം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവരെ പോലും വെറുതെ വിടാൻ ഡൽഹി പോലീസ് തയ്യാറായില്ല. കുട്ടികളെയും പിടിച്ച് ലോക്കപ്പിലിട്ട പോലീസിന്റെ ക്രൂരതയ്ക്കെതിരെ സുപ്രീം കോടതി അതീവ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇതാണോ ജനാധിപത്യം? ഇതാണോ ഇവിടുത്തെ മോദി ഭരണകൂടവും മോദിയുടെ പോലീസും? സമരത്തിൽ അറസ്റ്റിലായ 18 വയസ്സിന് താഴെയുള്ള എല്ലാ മൈനർമാരെയും ഉടനടി ഒരൊറ്റ മിനിറ്റ് പോലും വൈകിപ്പിക്കാതെ ജാമ്യത്തിൽ വിടണമെന്ന കൽപ്പന പോലീസുകാർക്ക് കിട്ടിയ ഏറ്റവും വലിയ നയതന്ത്ര പ്രഹരമാണ്. ഈ സമരത്തിൽ പങ്കെടുത്താൽ കേസിൽ കുടുക്കി ഭാവി നശിപ്പിക്കുമെന്ന് വിദ്യാർത്ഥികളെ പേടിപ്പിക്കുക എന്നത് പോലീസിന്റെ ഒരു കാലാകാലങ്ങളായിട്ടുള്ള ഒരു സ്ഥിരം നമ്പറാണ്.
ഇനി എന്തിനേറെ പറയുന്നു, ഈ സമരം നടന്ന സമയത്ത് വിദ്യാർത്ഥികൾ അവിടെ എത്തുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്താൻ RSSന്റെ നേതാക്കൾ വരുന്നു, പോലീസുകാർ വരുന്നു. പോലീസുകാർ ജീപ്പിലിരുന്നുകൊണ്ട് വിദ്യാർത്ഥികളോട് പറയുകയാണ്, നിങ്ങൾ ഇനി ഈ സമരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കഞ്ചാവും MDMA നിങ്ങളുടെ കൈവശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കേസെടുക്കുമെന്ന്. ആ വിദ്യാർത്ഥികൾ ആ വീഡിയോ എടുത്തിട്ടു, പബ്ലിഷ് ചെയ്തു. ഇനി ഒരു നേതാവ് കാറിൽ ഇരുന്നു കൊണ്ട് 2 കുട്ടികളെ അടിക്കുകയാണ്, കരണത്തടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഏതാണ്, നിങ്ങളുടെ ജാതി ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനിവിടെ വന്നു, സമരത്തിന് അല്ലെങ്കിൽ ഇനി മേലെ ഇവിടെ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് അവരെ തല്ലുകയാണ്. ആരാണ് ഇവർക്കൊക്കെ തല്ലാനും ഇങ്ങനെയൊക്കെ പറയാനൊക്കെയുള്ള അധികാരം കൊടുത്തത്? എന്തായാലും ഇത്തവണയും വിദ്യാർത്ഥികൾക്കെതിരെ കള്ളക്കേസുകൾ ചമച്ച FIRകളുടെ വൻ നിര തന്നെയാണ് പോലീസ് തയ്യാറാക്കിയത്. എന്നാൽ ഈ സമരക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത FIRകളിൽ തൽക്കാലം യാതൊരു കടുത്ത നടപടികളിലേക്കും കടക്കരുത് എന്ന് സുപ്രീം കോടതി കർശനമായിട്ട് വിലക്കിയതോടെ തിരക്കിട്ട് കേസുണ്ടാക്കിയ പോലീസുകാർക്ക് ഫയലും മടക്കി സ്റ്റേഷനിൽ മിണ്ടാതിരിക്കേണ്ട അവസ്ഥയായി. പരീക്ഷാ തട്ടിപ്പുകാരെയും അഴിമതിക്കാരെയും കണ്ടെത്താൻ ഒട്ടും താല്പര്യം കാണിക്കാത്ത ഡൽഹി പോലീസാണ് ഈ സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ മുഖം സ്കാൻ ചെയ്യാനും അവരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്താനും വലിയ മിടുക്ക് കാണിക്കുന്നത്. ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ സാങ്കേതിക വിദ്യ വഴി ഈ ശേഖരിച്ച വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ പൊതുസമൂഹത്തിൽ പരസ്യപ്പെടുത്തി അവരെ മാനസികമായിട്ട് തകർക്കാനായിരുന്നു അടുത്ത നീക്കം. എന്നാൽ ആ വിദ്യാർത്ഥികളുടെ ഒരു വിവരം പോലും പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന് കോടതി കർശന വിലക്ക് ഏർപ്പെടുത്തിയതോടെ പോലീസിന്റെ ആ ഡിജിറ്റൽ കളിയും തീർന്നു കിട്ടി. സമരത്തിലേക്ക് നുഴഞ്ഞു കയറിയ അക്രമം അഴിച്ചുവിടുകയും പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്ത സാമൂഹിക വിരുദ്ധർക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കും ഈ ഒരു ഇളവുകൾ ലഭിക്കില്ല എന്ന് കോടതി വ്യക്തമാക്കിയപ്പോൾ കേന്ദ്ര അനുകൂലികൾ വലിയ ആശ്വാസത്തിലാണ്. എന്നാൽ ഇവിടെ ഉയർന്ന യഥാർത്ഥ ചോദ്യം, നീറ്റ് പരീക്ഷ അട്ടിമറിച്ച് ലക്ഷക്കണക്കിന് കുട്ടികളെ ചതിച്ച NTA എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തിലുള്ള യഥാർത്ഥ ക്രിമിനലുകളെ എന്നാണ് കേന്ദ്രം ജയിലിലടയ്ക്കുക? ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ ജയിലിലടയ്ക്കാൻ കാണിക്കുന്ന ഈ ഒരു ആവേശം പരീക്ഷാ തട്ടിപ്പുകാരെ പിടിക്കാൻ എന്തുകൊണ്ട് ഇവർ കാണിക്കുന്നില്ല? സമാധാനപരമായിട്ട് പ്രതിഷേധിക്കാനുള്ള അവകാശം രാജ്യത്തെ ഓരോ പൗരനും ഉണ്ട് എന്നും സമരം നടന്നു എന്ന ഒരൊറ്റ കാരണത്താൽ പോലീസിന്റെ അതിക്രമങ്ങളെ ന്യായീകരിക്കാനാകില്ല എന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു അമിതമായിട്ടുള്ള ബലപ്രയോഗത്തെയും ക്രൂരതകളെയും കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കാൻ ഒരു ഉന്നതതല സമിതിയെ നിയോഗിക്കണമെന്നും കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ നിയമം കയ്യിലെടുത്ത് പിള്ളേരുടെ തലക്കടിച്ച പോലീസുകാരുടെ നെഞ്ചിൽ ഇപ്പോൾ തീയെരിയുകയാണ്. ഇനി യൂണിഫോം ഒന്നും അധിക നാൾ ഇടേണ്ടി വരില്ലായിരിക്കും. സമരത്തിനിടയിൽ പോലീസ് കാട്ടിക്കൂട്ടിയ എല്ലാ ക്രൂരതകളുടെയും CCTV ദൃശ്യങ്ങൾ, ഡ്രോൺ റെക്കോർഡുകൾ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ വിവരങ്ങൾ എന്നിവ ഒന്നുപോലും മാറ്റാതെയും നശിപ്പിക്കാതെയും കൃത്യമായിട്ട് സംരക്ഷിച്ചു വെക്കാൻ ഡൽഹി, കേരളം, ബീഹാർ, മഹാരാഷ്ട്ര, UP, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി കർശന നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. അതായത് ക്യാമറയ്ക്ക് മുന്നിൽ ഹീറോ ചമഞ്ഞ് പിള്ളേരെ തല്ലിച്ചതച്ച പോലീസുകാർക്ക് ഇനി അന്വേഷണ സമിതിക്ക് മുന്നിൽ കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടി വരും. തെളിവുകൾ നശിപ്പിച്ച് രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം സുപ്രീം കോടതി മുൻകൂട്ടി അടച്ചു കഴിഞ്ഞു. നീറ്റ് പരീക്ഷയിലെ വലിയ രീതിയിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയും കോടികളുടെ അഴിമതിയും ആഗോളതലത്തിൽ തന്നെ വലിയ നാണക്കേടാണ് കേന്ദ്ര സർക്കാരിന് ഉണ്ടാക്കിയത്. ഇത് മറച്ചുവെക്കാനും പ്രതിപക്ഷ പാർട്ടികളുടെയും അല്ലെങ്കിൽ CJP പോലുള്ള സംഘടനകളുടെയും വായടപ്പിക്കാനുമാണ് കേന്ദ്രം പോലീസിനെ ഇറക്കി വിദ്യാർത്ഥി വേട്ട നടത്തിയത്. വിദ്യാർത്ഥികളെ പേടിപ്പിച്ച് വീട്ടിലിരുത്തിയാൽ തങ്ങളുടെ അഴിമതികൾ ആരും ചോദിക്കില്ല എന്ന കേന്ദ്രത്തിന്റെ ധാർഷ്ട്യത്തിനാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധിയിലൂടെ കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെയും ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങളെയും പ്രതിരോധങ്ങളെയും അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് അടിച്ചമർത്താം എന്ന് വിചാരിച്ച ഭരണകൂടത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടാണ്. വിദ്യാർത്ഥികളെ വേട്ടയാടാൻ ഇറങ്ങിത്തിരിച്ച ഡൽഹി പോലീസും അതിന് പിന്നിൽ പ്രവർത്തിച്ച ആഭ്യന്തര മന്ത്രാലയത്തിനും മുഖം നഷ്ടപ്പെട്ട അവസ്ഥയാണിപ്പോൾ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ തടവിലിട്ടവർക്കുള്ള സുപ്രീം കോടതിയുടെ ഒരു മാസ് മറുപടിയോടെ പരീക്ഷാ വിവാദം രാജ്യാന്തര തലത്തിൽ വീണ്ടും കത്താൻ പോവുകയാണ്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അതായത് BJPക്ക് ഇനി വരാനിരിക്കുന്നത് 8ന്റെ പണിയാണ്. കാരണം ഈ നിങ്ങൾ നോവിച്ച് വിട്ടത് അടുത്ത വോട്ട് ബാങ്ക് ആണ്. അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് ഒരു പറ്റം പാവപ്പെട്ട കുട്ടികളെയാണ്. ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഓരോന്നിനും നിങ്ങളോട് ചോദ്യം ചോദിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഇനി പറയാനുള്ളത്, ഈ BJP ഇത്തരം നടത്തിയ കപട രാഷ്ട്രീയം ഈ ജനങ്ങൾക്ക് മുന്നിലും കുട്ടികൾക്ക് മുന്നിലും മനസ്സിലായി കഴിഞ്ഞു. ഇനി അവരുടെ മുന്നിൽ നിങ്ങളുടെ ഒരു രാഷ്ട്രീയ കളിയും ഒരു കപട കാര്യങ്ങളും പോകില്ല. അയോധ്യ വിഷയം ഓൾറെഡി നിങ്ങളുടെ വലിയൊരു ചതി അവിടെ നടന്നത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഡൽഹിയിലെ കുട്ടികളുടെ അവസ്ഥയും കൂടി കാണണം. അങ്ങനെ ആകെ മൊത്തത്തിൽ BJPക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയും അങ്ങേയറ്റം BJPക്ക് നാണം കെടുത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ മോദി പോലീസ് എല്ലാം ഒന്ന് പേടിച്ചിരിക്കുകയാണ്.